അങ്ങനെ 1 മണിക്കൂറോളം വെള്ളത്തിൽ കിടന്നിട്ട് ഞങ്ങളിതേ കരയ്ക്ക് കയറിയിട്ടുണ്ട്. ജസ്റ്റ് വെള്ളത്തിലൊന്ന് ഇറങ്ങാൻ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് എന്നെ വെള്ളത്തിൽ പിടിച്ച് മുക്കിയ ഒരു മഹാൻ ഇവിടെ നിൽപ്പുണ്ട്. ഇതാ നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോ കണ്ട ഊഞ്ഞാല് അച്ഛനും മോളും കൂടെ ആടാൻ പോകാൻ തോന്നുട്ടോ. ഞാൻ ശരിക്കും സിനിമയിൽ മാത്രമേ ഇങ്ങനത്തെ ഊഞ്ഞാലൊക്കെ കണ്ടിട്ടുള്ളൂ, ഈ വെള്ളത്തിലേക്കൊക്കെ ഇരുന്ന് ആടാൻ പറ്റുന്ന ഊഞ്ഞാല്. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നമ്മളിതാ തിരിച്ച് മേളിലേക്ക് കയറി പോവാണേ. ഇങ്ങ് മേളിൽ കയറി വന്ന പാടുതാ ഇവിടെ ഉള്ള ഊഞ്ഞാലിലേക്ക് മാമിക്കുട്ടി ഓടിയിട്ടുണ്ട്. ഇനി അങ്ങ് റൂമിൽ ചെന്നിട്ട് ആടാം, അവിടെ ഇതേക്കാട്ടി വലിയ ഊഞ്ഞാലുണ്ടെന്നൊക്കെ പറഞ്ഞ ആളെ സോപ്പിട്ടാണ് കേട്ടോ തിരിച്ചു വിളിച്ചത്. എനിക്ക് വേറെ ആരുടെ സഹായം വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് കയറുമെന്നും പറഞ്ഞ് സ്വന്തമായിട്ട് വലിഞ്ഞ് കയറുകയാണ് കേട്ടോ. വൗ, ഫൈനലി ഷീ ഡിഡ് ഇറ്റ്. നമ്മുടെ ഈ ഒരു പൊന്മുടി ട്രിപ്പിന്റെ ഫസ്റ്റ് പാർട്ട് കാണാത്ത ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോയിട്ട് കണ്ടിട്ട് വരണേ, നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. അങ്ങനെ നമ്മളിത് ഹെയർ പിന്ന് കയറാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോ 2 വീലറിലായതുകൊണ്ടാണ് കേട്ടോ ഞാനിങ്ങനെ സ്വബോധത്തോടു കൂടി ഇരിക്കുന്നത്. കാറിലും കാണുമായിരുന്നെങ്കിൽ ഞാനിപ്പം വാൾ വെച്ച് ബോധം കെട്ടൊരു മൂലയ്ക്ക് കിടപ്പുണ്ടായിരിക്കും. ഇവിടെ ആനിമൽ ക്രോസിംഗ് എന്ന് ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. 30 കിലോമീറ്റർ സ്പീഡിൽ വണ്ടി ഓടിക്കാൻ പാടുള്ളൂ എന്നൊക്കെ ഉണ്ട്. പിന്നെ ആനയൊന്നും ഈ സമയത്ത് ഇറങ്ങത്തില്ലെന്ന് തോന്നുന്നു, സന്ധ്യ സമയത്തൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഇറങ്ങുന്നത്. എനിക്കതിനെപ്പറ്റി കറക്റ്റ് അറിയില്ല കേട്ടോ. അങ്ങനെ നമ്മളിത് ഹെയർ പിന്നൊക്കെ കയറി ഇങ്ങ് ടോപ്പിലെത്തി കേട്ടോ. നല്ല ഭംഗിയുണ്ട് ഇവിടെ നിന്നുള്ള ഒരു കാഴ്ചയൊക്കെ കാണാൻ വേണ്ടിയിട്ട്. ഞാൻ ശരിക്കും ഇവിടെ ആദ്യമായിട്ടല്ല വരുന്നത്, എന്നാൽ പോലും ഓരോ തവണ വരുമ്പോഴും എന്താ പറയാ പുതിയതായിട്ട് വന്ന കണക്കത്തെ ഒരു ഫീലാണ്. നല്ല ഭംഗിയാണ് കേട്ടോ കാണാനും, എന്താ പറയാ ഇങ്ങനെ യാത്ര ചെയ്യാനും ഒക്കെ പ്രത്യേക ഒരു എന്താ പറയുക ഒരു അനുഭവമാണ് ഇതൊക്കെ. അങ്ങനെ നമ്മളിത് പൊന്മുടി ഗവൺമെന്റ് ഗസ്റ്റ് ഹൗസിൽ എത്തിയിട്ടുണ്ട്. ഇവിടെയാണ് നമ്മളിന്ന് സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓൺലൈൻ ത്രൂ ആണ് കേട്ടോ നമ്മൾ ഇവിടുത്തെ ഒരു ബുക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. ഇൻസ്റ്റാഗ്രാമിലെ ഒരു പേജ് വഴിയാണ് നമ്മൾ ഈ പൊന്മുടി ഗവൺമെന്റ് ഗസ്റ്റ് ഹൗസിനെ പറ്റിയിട്ട് അറിയുന്നത്. പുള്ളിക്കാരെ ശരിക്കും ഒരു 2 ആഴ്ച ഗ്യാപ്പിലെങ്കിലും നിങ്ങൾ ഇവിടത്തേക്ക് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യണം എന്നായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇത് പെട്ടെന്നുള്ളൊരു പ്ലാൻ ആയിരുന്നു ഈ ഒരു പൊന്മുടി ട്രിപ്പ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു 1 ഡേ അല്ലെങ്കിൽ 2 ഡേ ഗ്യാപ്പിലാണ് ഞങ്ങൾ ഈ ഒരു ബുക്കിംഗ് ചെയ്യുന്നത്. പക്ഷെ ബൈ ലക്ക് നമുക്ക് എന്തായാലും റൂം അപ്രൂവ് ആയിട്ട് കിട്ടുമായിരുന്നു. പിന്നെ ഗവൺമെന്റ് എംപ്ലോയീസിനാണെങ്കിൽ 400 റുപ്പീസ് ഉള്ളൂ ഇവിടുത്തെ ചാർജ്, പബ്ലിക്കിനാണെങ്കിൽ 1200 റുപ്പീസും ആണ് ചാർജ് വരുന്നത്. ഫുഡൊന്നും ഇതിൽ ഉൾപ്പെടില്ല, എക്സ്ട്രാ ആയിട്ടായിരിക്കും വരുന്നത്. അക്കോമഡേഷൻ മാത്രമാണ് ഈ ഒരു പറഞ്ഞ ചാർജ് വരുന്നത്. നമ്മുടെ റൂം അവിടെ ക്ലീൻ ചെയ്ത് റെഡി ആക്കുന്നുണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഞാൻ ആ സമയത്ത് ജസ്റ്റ് ഒന്ന് നടക്കാൻ പോയതാ, ഇപ്പൊ റെഡി ആയെന്ന് തോന്നുന്നു. എന്നെ ഇവിടുന്ന് വിളിക്കുന്നുണ്ട്, ഞാനൊന്ന് പോയി നോക്കട്ടെ. റൂം റെഡി ആയിട്ടുണ്ട്, നമ്മൾ ഇനി അങ്ങോട്ടേക്ക് പോവാണ്. ലിഫ്റ്റ് വർക്ക് ആവുന്നില്ല, അതുകൊണ്ട് ഇനി സ്റ്റെപ്സ് തന്നെ ശരണം. വാമിക്കുട്ടിത് ആളുടെ ഹെൽമെറ്റും പൊക്കി പിടിച്ചുകൊണ്ട് മുമ്പേ പോകുന്നുണ്ട്. ആള് ഭയങ്കര ഇൻഡിപെൻഡന്റ് ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. ആളുടെ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ അവക്ക് തന്നെ ചെയ്യുന്നത് ഭയങ്കര സന്തോഷമാണ്. ആദ്യം കുറെ നേരം കയ്യിൽ പിടിച്ചു, പിന്നെ നേരെ തലയിലേക്ക് ആക്കിയിട്ടുണ്ട്. സെക്കൻഡ് ഫ്ലോറിലാണ് കേട്ടോ നമ്മുടെ റൂം വരുന്നത്. അങ്ങനെ ആ സ്റ്റെപ്സ് ഒക്കെ കയറി നമ്മൾ സെക്കൻഡ് ഫ്ലോറിൽ എത്തിയിട്ടുണ്ട്. നമ്മുടെ റൂമിന്റെ തന്നെ സൈഡിലായിട്ട് ഒരു വ്യൂ ഏരിയ വരുന്നുണ്ട്, അത് നമുക്ക് പിന്നെ കാണാം. ഇപ്പൊ നമുക്ക് നേരെ റൂമിലേക്ക് പോവാം. ഇതാണ് നമ്മുടെ റൂം വരുന്നത്. നമുക്ക് ഉള്ളിലേക്ക് കയറി നോക്കാം. വാവ്, അത്യാവശ്യം നല്ല റൂമാണ് ഗേസ്, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള റൂമാണ്. ഞാൻ ആദ്യം അതാണ് കേട്ടോ ശ്രദ്ധിക്കുക, നീറ്റ് ആണോ എന്നാണ് ഞാൻ ആദ്യം ശ്രദ്ധിക്കുക. പിന്നെ ഇത് നല്ലൊരു ബാൽക്കണി ഒക്കെ ഉണ്ട്, നല്ല അത്യാവശ്യം നല്ല വ്യൂ ആണ് കേട്ടോ ഇവിടുന്ന്. നമുക്ക് കിട്ടിയ വിവരം അനുസരിച്ച് രാത്രിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഇവിടെ അത്യാവശ്യം നല്ല കോടമഞ്ഞായിരിക്കും കേട്ടോ. പിന്നെ അതേ താഴെ അവിടെ ആയിട്ടൊരു ചെറിയ ചിൽഡ്രൻസ് പാർക്ക് ഒക്കെ ഉണ്ട് കേട്ടോ. വാമിക്കുട്ടിയുടെ ശ്രദ്ധയിൽ ഇത് പെട്ടാൽ ഇന്നിവിടെ ചെറിയ യുദ്ധമൊക്കെ നടക്കുന്നതായിരിക്കും. വാമിക്കുട്ടിയുടെ ബെഡ് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗെയ്സ്. അടുത്തത് എന്തോ ആളുടെ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ട്. ദൈവമേ, ഫോൺ ഇന്ന് തീരുമാനാക്കി തരും. മോളെ വെക്കൂ അതവിടെ. എവിടെന്ന് നല്ല അനുസരണ, അതുകൊണ്ട് തന്നെ പിന്നെ കുഴപ്പമൊന്നുമില്ല. 4 മണിക്കായിരുന്നു കേട്ടോ നമുക്ക് ഗസ്റ്റ് ഹൗസിലേക്കുള്ള ചെക്ക് ഇൻ ടൈം. അതുകൊണ്ടാണ് നമ്മൾ നേരെ അങ്ങോട്ടേക്ക് പോയത്. നമ്മൾ ലഗേജ് ഒക്കെ ഒന്ന് വെച്ചിട്ട് ഇതാ പെട്ടെന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ പൊന്മുടി ഹിൽ സ്റ്റേഷനിലേക്ക് പോകാം. നമുക്ക് വൈകുന്നേരത്തെ കോടമഞ്ഞൊക്കെ ഒന്ന് കാണണ്ടേ. അങ്ങനെ ഫൈനലി നമ്മളിതാ പൊന്മുടി ഹിൽ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. ഇതിന്റെ ബാക്കി വിശേഷങ്ങൾ ഞാൻ അടുത്ത പാർട്ടായിട്ടായിരിക്കും കേട്ടോ ഇടുന്നത്. വേറൊന്നും കണ്ടല്ല, എല്ലാം കൂടെ ഉൾക്കൊള്ളിച്ച് ഒരു വലിയ ലെങ്ത് ഉള്ള വീഡിയോ ഇടുന്നതിന്റെ ബുദ്ധിമുട്ട് കൊണ്ടാണ് കേട്ടോ ഇങ്ങനെ പാർട്ടായിട്ട് ഇടുന്നത്. ശരിക്കും നിങ്ങൾ വ്യൂവേഴ്സിന് എങ്ങനെയാണ് കാണാൻ ഇഷ്ടമെന്ന് എനിക്ക് ശരിക്കും അറിയില്ല കേട്ടോ. അതായത് ഒരു ലോങ് വീഡിയോ ആയിട്ടാണ് കാണുന്നത് ഇഷ്ടമാണോ, അതോ ഒരു ഷോർട്ട് വീഡിയോ ഇങ്ങനെ പാർട്ടായിട്ടാണോ ഇഷ്ടം, അതെനിക്ക് ശരിക്കും അറിയില്ല. അത് തീർച്ചയായും നിങ്ങൾ തന്നെ കമന്റ് ചെയ്താലേ എനിക്ക് മനസ്സിലാവുള്ളൂ. സോ എന്റെ വ്യൂവേഴ്സിനോടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ നിങ്ങളുടെ താല്പര്യം പറയാം. അതായത് ഇങ്ങനെ ലെങ്ത് ഉള്ള ഒരു വീഡിയോ കാണുന്നതാണോ അതോ ഇങ്ങനെ ഷോർട്ട് ആയിട്ട് കാണുന്നതാണോ ഇഷ്ടം, അത് നിങ്ങൾ തന്നെ കമന്റ് ചെയ്യാം കേട്ടോ. തീർച്ചയായും അതിനനുസരിച്ചായിരിക്കും ഞാൻ ഇനി എന്റെ അടുത്ത ബാക്കിയുള്ള എന്താ പറയാ വ്ളോഗ്സ് ഒക്കെ ഇടാൻ പോകുന്നത്. സോ എന്തായാലും എല്ലാവരും കമന്റ് ചെയ്യാം. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.